ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഉപേക്ഷിച്ച് പോയെങ്കിലും മറ്റുള്ളവരുടെ നോട്ടത്തില് അവൾ ഇപ്പോഴും നിന്റെ ഭാര്യയായിരുന്നവളാ. നിന്റെ കുഞ്ഞിന്റെ അമ്മയുവാ. കുഞ്ഞ് നിന്റേതല്ലെന്ന് എല്ലാവർക്കും ഒന്നും അറിയില്ല. ചേച്ചി, നാട്ടില് നടന്ന് പിന്നെ നിന്നെ നാറ്റിക്കുക. റിതു എന്താ ആലോചിക്കുന്ന? ഞാൻ ആലോചിക്കുന്ന എന്താണെന്ന് രാജുനോട് പറഞ്ഞ രാജുനത് സന്തോഷാവും. പിന്നെ എന്തിനാ താമസിക്കുന്നത്? പറ. പറയട്ടെ. പറയേ. എനിക്ക് എന്റെ അമ്മയെ കാണണമെന്ന് തോന്നുക. നേരോ? നേര്. നമുക്ക് നാളെ അമ്മയെ കാണാൻ പോയാലോ? പോ. എങ്കി ഞാൻ ഈ കാര്യം അമ്മയെ വിളിച്ച് പറയട്ടെ. പറയേ. മാഡത്തിനെ ആരോ വിളിക്കുന്നു. ഹലോ അമ്മേ. അമ്മ എന്തൊന്നും മിണ്ടാത്തെ? ഇത് ഞാനമ്മേ, അമ്മയുടെ മോള് ഋതിക. മോളെ, പൊന്നു മോളെ. അമ്മേ, ഈ വിളിയൊന്ന് കേൾക്കാൻ ഞാൻ എത്ര നാളായിട്ട് കൊതിക്കുന്നു. മീരാൻറ്റി എന്നുള്ള പേരിലല്ലേ ഞാൻ എന്റെ അമ്മയെ കണ്ടിട്ടുള്ളൂ. എന്റെ അമ്മയായ പത്മാവതിയെ കാണാൻ എനിക്കും ആഗ്രഹമില്ലേ മോളെ? എന്നാ ഞാൻ എന്റെ അമ്മയെ കാണാൻ വരുവാ. ഓ, എപ്പോ? നാളെ. നാളെ ഞാൻ എന്റെ അമ്മയെ കാണാൻ വരുന്നു, എന്റെ രാജുനൊപ്പം. എന്റെ മോളെ, ഇതിൽ പര ഈ അമ്മയ്ക്ക് എന്ത് സന്തോഷ വേണ്ടേ? അമ്മ കാത്തിരിക്കും. ശരി അമ്മേ, അപ്പോ നാളെ കാണാം. എന്റെ പ്രാർത്ഥനയ്ക്ക് ഉടനെ ഉത്തരം തരുന്ന ഗുരുവായൂരപ്പ, അവിടത്തേക്ക് 1000 നന്ദി. ഈ ഒരു സിറ്റുവേഷന് വേണ്ടി ഞാനും എത്ര ആഗ്രഹിച്ചതാ. ഇപ്പൊ എന്ത് സന്തോഷാണെന്നോ. എന്റെയും നിങ്ങളുടെ സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടി അവൾ ഹോമിച്ചു കളഞ്ഞ ജീവിതം എന്റെ നിങ്ങളുടെ. അത് തിരിച്ചറിയുന്ന ഒരു കാലം നിങ്ങൾക്ക് വരും. അന്ന് നിങ്ങൾ കരയും. അന്ന് നിങ്ങളുടെ കൂടെ ആരൊക്കെ ഉണ്ടാവുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. സ്നേഹിച്ചു പോയെന്നൊരൊറ്റ തെറ്റേ ഞാൻ ചെയ്തോളൂ. അവളെന്നെ എത്ര ശത്രുവായിട്ടാ കരുതിയത്. പ്രതാപ, നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ലേ ചേച്ചി? ഉറക്കം വരുന്നില്ലല്ലേ? കുറെ നാളായല്ലോ ഉറക്കം നഷ്ടപ്പെട്ടിട്ട്. ശരിയാ. നമ്മൾ എത്ര മറക്കാൻ ശ്രമിച്ചാലും ചില ഓർമ്മകൾ അങ്ങനെയാ, നമ്മളെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കും. ഇതും അങ്ങനെ തന്നെയാ.
മനുഷ്യന്റെ മനസ്സിനിട്ട് കൂടത്തിന് അടിക്കുന്ന പണിയല്ലേ അവള് ചെയ്തത്. ദുഷ്ട. നീ അവളെ നിന്റെ പ്രാണനെ പോലെ സ്നേഹിച്ചു. ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്കേ വലിയ ചതി കിട്ടുമ്പോ സഹിക്കാൻ പറ്റില്ല. ശരി ചേച്ചി. അവൾ എത്ര ഭീകരമായ ചതിയാ നിന്നോട് കാണിച്ചേ. കണ്ടവന്റെ കുഞ്ഞിനെ വരെ പ്രസവിച്ചിട്ട് അവള് നിന്റെ മുന്നില് ഒരു ഉളുപ്പില്ലാതെ നിന്നില്ലേ. പണത്തിന്റെ അഹങ്കാരം. അവള് നിന്നെ സ്നേഹിച്ച് കല്യാണം കഴിച്ചൊന്നും അല്ല. ഒരു മറയൊക്കെ വേണ്ടേ അതിന്? അച്ഛന്റെ ശിഷ്യനായി നിന്നിരുന്ന ഒരാളെ വിലയ്ക്ക് വാങ്ങിയെന്ന് മാത്രം. ആ ധാരണയൊക്കെ അവൾക്ക് ഞാൻ മാറ്റി കൊടുത്തില്ലേ? മാറ്റിക്കൊടുത്തിട്ട് എന്ത് കാര്യം? ഭാര്യ പ്രസവിച്ച കണ്ടവന്റെ കുഞ്ഞിനെ വളർത്തിയ ഒരു വിഡ്ഢി എന്ന ദുഷ്പേര് കൂടി നിനക്ക് കിട്ടിയല്ലോ മോനെ. ആട്ടക്കാരിയായ അവളെ അന്നേ ഞാൻ തിരിച്ചറിഞ്ഞതാ. പക്ഷേ അന്ന് ഞാനത് നിന്നോട് തുറന്നു പറഞ്ഞ നീ അത് കേൾക്കില്ലല്ലോ. അതാണല്ലോ ഈ പ്രേമത്തിന്റെ ഒരു കുഴപ്പം. ഉപേക്ഷിച്ചു പോയെങ്കിലും മറ്റുള്ളവരുടെ നോട്ടത്തില് അവൾ ഇപ്പോഴും നിന്റെ ഭാര്യയായിരുന്നവളാ. നിന്റെ കുഞ്ഞിന്റെ അമ്മയുവാ. കുഞ്ഞ് നിന്റേതല്ലെന്ന് എല്ലാവർക്കും ഒന്നും അറിയില്ല. ചേച്ചി, നാട്ടില് നടന്ന് പിന്നെ നിന്നെ നാറ്റിക്കുക. അവൾ എത്ര പേരെ കെട്ടിയെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ചേച്ചി പ്ലീസ്. ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. അതൊക്കെ പോട്ടെ. മോൻ എങ്ങനെങ്കിലും കിടന്നുറങ്ങാൻ നോക്ക്. ഓരോരുത്തരുടെയും തലയിൽ വന്ന് വീഴുന്ന ഇടുത്തിയേ. ഇന്നിവൻ കിടന്നുറങ്ങുന്നത് എനിക്കൊന്ന് കാണണം. മനസ്സിലേക്ക് ഞാനൊരു തീയുണ്ട് എറിഞ്ഞിട്ടുണ്ട്. അകലെ